നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കൽ നിൽക്കുന്ന ബംഗാളിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് മണിശങ്കർ അയ്യർ പുതിയ വെടി പൊട്ടിച്ചിരിക്കുന്നു. ഇന്ത്യ സഖ്യത്തിനുള്ളിൽ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്ന മണിശങ്കർ അയ്യരുടെ പ്രസ്താവന ചർച്ചയായി മാറുന്നു. രാഹുൽ ഗാന്ധി സഖ്യത്തിന്റെ നേതൃസ്ഥാനം പ്രാദേശിക പാർട്ടി നേതാക്കൾക്ക് വിട്ടുകൊടുക്കണമെന്നും മമതാ ബാനർജിയാണ് മുന്നണിയെ നയിക്കാൻ ഏറ്റവും അനുയോജ്യമെന്നുമാണ് മണിശങ്കർ അയ്യർ പ്രസ്താവിച്ചത്. കൊൽക്കത്തയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് അയ്യർ തന്റെ നിലപാട് വ്യക്തമാക്കിയത്. മമത അനിവാര്യമായ ഘടകമാണ്. മമതാ ബാനർജി ഇല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് നിലനിൽപ്പില്ല. അവരാണ് മുന്നണിയുടെ യഥാർത്ഥ നേതാവ്. രാഹുൽ ഗാന്ധി നേതൃസ്ഥാനം പിടിച്ചെടുക്കാൻ ശ്രമിക്കരുത്. പകരം MK സ്റ്റാലിൻ, മമതാ ബാനർജി, അഖിലേഷ് യാദവ് അല്ലെങ്കിൽ തേജസ്വി യാദവ് തുടങ്ങിയ പ്രാദേശിക നേതാക്കൾക്ക് വഴിമാറി കൊടുക്കണം. BJPക്കെതിരായ പോരാട്ടത്തിൽ പ്രാദേശിക കക്ഷികൾക്കാണ് കൂടുതൽ ശക്തിയെന്നും മണിശങ്കർ അയ്യർ തുറന്നടിച്ചു. എന്തായാലും മണിശങ്കർ അയ്യരുടെ പ്രസ്താവന ഇന്ത്യ മുന്നണിക്കുള്ളിൽ ചർച്ചയായി മാറുകയാണ്. രാഹുൽ ഗാന്ധിയും മമതാ ബാനർജിയും ഇപ്പോൾ നല്ല ബന്ധത്തിലല്ല. ബംഗാളിൽ കോൺഗ്രസ് തൃണമൂലിന്റെ ഘടകകക്ഷിയുമല്ല. തൃണമൂലും കോൺഗ്രസും വെവ്വേറെയായാണ് മത്സരിക്കുന്നത്. ഇന്ത്യ മുന്നണി അടുത്ത കാലത്ത് തകർച്ചയുടെ വക്കിലാണ്. ഇന്ത്യ മുന്നണി രൂപീകരിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ശരത് പവാർ NDA കൂടാരത്തിലേക്ക് പോകാൻ പോകുന്നു. ശരത് പവാറിന്റെ NCP NDA കൂടാരത്തിലേക്ക് പോകാൻ പോകുന്നു. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യ മുന്നണിയിൽ പൊട്ടിത്തെറി ഉണ്ടാക്കിക്കൊണ്ട് മണിശങ്കർ അയ്യരുടെ പ്രസ്താവന വന്നിരിക്കുന്നത്. കേരളത്തിലെത്തി കോൺഗ്രസിനെ അദ്ദേഹം പ്രതിസന്ധിയിലാക്കിയിരുന്നു. കേരളത്തിലെത്തിയ അദ്ദേഹം പറഞ്ഞത് വീണ്ടും മൂന്നാമതും പിണറായി അധികാരത്തിൽ വരുമെന്നാണ്. അത്ര വികസനമാണ് കേരളത്തിൽ ഉള്ളതെന്നാണ്. ഇത് കോൺഗ്രസുകാരിൽ ഉണ്ടാക്കിയ കലിപ്പ് ചെറുതൊന്നുമല്ല. ഇപ്പോഴിതാ ഇന്ത്യ മുന്നണിയിൽ തന്നെ പുതിയൊരു വിള്ളൽ വീഴ്ത്തിയിരിക്കുന്നു നമ്മുടെ മണിശങ്കർ അയ്യർ. മണിശങ്കർ അയ്യർക്കെതിരെ ബംഗാളിലെ കോൺഗ്രസ് പാർട്ടി നേതൃത്വം ശക്തമായ പ്രതികരണവുമായി രംഗത്ത് വന്നു. മണിശങ്കർ അയ്യർ മുൻ കേന്ദ്രമന്ത്രിയാണ്, പക്ഷെ ഇപ്പോൾ BJPയുടെ ചാരനാണ് എന്നാണ് ബംഗാളിലെ കോൺഗ്രസ് ഘടകം പറഞ്ഞിരിക്കുന്നത്. മണിശങ്കർ അയ്യരെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരു പ്രശ്നമല്ല. മണിശങ്കർ അയ്യർ തരാതരം പോലെ കോൺഗ്രസിനെ കുത്തുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും മമതാ ബാനർജി ഇന്ത്യ മുന്നണിയുടെ തലപ്പത്ത് വരണം എന്ന മണിശങ്കർ അയ്യരുടെ പ്രസ്താവന ഇന്ത്യ മുന്നണിയിൽ ഉണ്ടാക്കുന്ന പ്രകമ്പനങ്ങൾ ചെറുതല്ല. രാഹുൽ ഗാന്ധിക്ക് മുന്നണിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. രാഹുൽ ഗാന്ധിയുടെ പിടിപ്പുകേട് പലയിടത്തും ദൃശ്യമാണ്. രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണമൊക്കെ ഒരു തമാശയായിട്ടാണ് ജനങ്ങൾ കാണുന്നത്. മീൻപിടുത്തക്കാരോടൊപ്പം കടലിലിറങ്ങി കുളിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ചില നമ്പറുകളാണ് രാഹുൽ ഗാന്ധി ഇടുന്നത്. ആ നമ്പറുകളൊന്നും ഏശൊന്നുമില്ല. ബീഹാറിൽ ഒട്ടും ഏശയില്ല. ഈ സാഹചര്യത്തിലാണ് മുൻ കേന്ദ്രമന്ത്രി മുതിർന്ന നേതാവുമായ മണിശങ്കർ അയ്യർ ഒരു സത്യം വിളിച്ചു പറഞ്ഞത്. മമതാ ബാനർജി BJPക്കെതിരെ ശക്തമായി പ്രവർത്തിക്കുന്ന നേതാവാണ്. ബംഗാളിൽ BJP ക്ലച്ച് പിടിക്കാത്തതിന് കാരണം, അല്ലെങ്കിൽ BJPക്ക് വേരോട്ടം ഉണ്ടാകാത്തതിന് കാരണം മമതാ ബാനർജിയുടെ കരുത്തുറ്റ സാന്നിധ്യമാണ്. അതൊന്നും നിഷേധിക്കാൻ പറ്റില്ല. എന്തായാലും മണിശങ്കർ അയ്യരുടെ പ്രസ്താവന അത് വലിയ കോളിളക്കങ്ങൾ ഇന്ത്യ മുന്നണിയിൽ ഉണ്ടാക്കും. മമതയെ ഇനി ഇന്ത്യ മുന്നണി നയിക്കണമെന്ന് മണിശങ്കർ അയ്യർ പറയുമ്പോൾ പല നേതാക്കളും പറയാനിടുന്ന കാര്യമാണ് അദ്ദേഹം പറയുന്നതെന്ന് ഓർക്കണം. MK സ്റ്റാലിനും അഖിലേഷ് യാദവും തേജസ്വി യാദവും ഒക്കെ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ വാല്യൂ ഇടിഞ്ഞത് മനസ്സിലാക്കുന്നു. അവർ കൃത്യമായി അവരുടേതായ രീതിയിൽ ഇപ്പോൾ പ്രവർത്തിച്ച് തുടങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇന്ത്യ മുന്നണി വലിയൊരു മുന്നേറ്റമാണ് കാഴ്ചവെച്ചത്. അതിന് ശരത് പവാറിന്റെ പിൻബലവും ഉണ്ടായിരുന്നു. ശരത് പവാറിന്റെ NCPയുടെ പിൻബലം, ശിവസേന ഉദ്ധവ് താക്കറെ പക്ഷത്തിന്റെ പിൻബലം. പക്ഷെ ഇപ്പോൾ ശരത് പവാറിന്റെ പിൻബലം പോയിരിക്കുകയാണ്. അദ്ദേഹം NCPയുമായി നേരെ NDA സഖ്യത്തിലേക്ക് പോവുകയാണ്. ഈ സാഹചര്യത്തിൽ ശരത് പവാറിനെ ഒന്നും പിടിച്ചു നിർത്താൻ രാഹുൽ ഗാന്ധിക്ക് കഴിയുന്നില്ല. ഇന്ത്യ മുന്നണിക്ക് ഒരു യോജിച്ച ഒത്തൊരുമയുള്ള ഒരു മുദ്രാവാക്യം
സൃഷ്ടിക്കാൻ രാഹുലിന്റെ PR ടീമിന് കഴിയുന്നില്ല. എന്നാൽ ബംഗാളിൽ മമതാ ബാനർജി അവരുടേതായ രീതിയിൽ PR ടീമിനെ സൃഷ്ടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നു. BJPക്കെതിരെ സന്ധിയില്ലാത്ത പോരാട്ടമാണ് മമതാ ബാനർജി നടത്തുന്നത്. അവരുടെ കരുത്തിലാണ് തൃണമൂൽ കോൺഗ്രസ് നിലനിൽക്കുന്നത്. അപ്പുറത്ത് ബംഗാളിലെ പ്രധാന പാർട്ടികളിൽ ഒന്നായ CPM നാശത്തിന്റെ വക്കിലാണ്. CPMന്റെ മുതിർന്ന നേതാക്കളും യുവ നേതാക്കളും ഒക്കെ കൂടൊഴിഞ്ഞ് പോകുന്ന അവസ്ഥ. ഈ സാഹചര്യത്തിലാണ് മമതാ ബാനർജിയുടെ പ്രാധാന്യം മണിശങ്കർ അയ്യർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. BJP നേതൃത്വത്തെ വിറപ്പിക്കണമെങ്കിൽ മമതാ ബാനർജി വേണം. അതാണ് മണിശങ്കർ അയ്യർ പറഞ്ഞിരിക്കുന്നത്.